ഹായ് മക്കളെ, സൈലത്തുനിന്ന് ഫാരിസ് മാഷാണ്. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു. അത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു എക്സാം ആയിരുന്നു. അത് ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ അത്ര ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സിലബസിന് ഒരു മാന്യമായിട്ടൊരു നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സിലബസുമായിട്ട് ഒരു മാന്യമായ നീതി പുലർത്തിയിട്ടില്ല. ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ 3 ചോദ്യവും 2 ചോദ്യവും ഒക്കെ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാലും കുട്ടികൾക്കൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ഒരു 18ഉം 19ഉം സൈലത്തിൽ തന്നെ 20ൽ 20 വാങ്ങിയവരുണ്ട്, 19 വാങ്ങിയവരുണ്ട്, 20 അതേപോലെ 17 വാങ്ങിയവരുണ്ട്, 16ന് മുകളിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല യൂസ്ഫുള്ളായി. നമ്മുടെ അടുത്ത ആ 8 മണിക്കൂറിൽ കൂടുതലുള്ള വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായി. ആ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് ഉത്തരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ആ 8 മണിക്കൂറിലധികമുള്ള വീഡിയോ സെക്കൻഡ് ഫേസുകാർ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അത് കണ്ട് തീർക്കുക. ആ ഒരു ക്ലാസ് നിങ്ങൾ 8.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കൂടുതലൊന്നും സമയം കളയുന്നില്ല. എന്താണ് നമ്മുടെ ചോദ്യം, അതിൻ്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കുറച്ച് ടയേർഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ഒരൊറ്റ ചോദ്യവും കണ്ടിട്ടില്ല. ആക്റ്റീവ് ആൻഡ് പാസീവിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം 21ാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഷീ ഈസ് മേക്കിംഗ് ടീ എന്നാണ്. ഷീ ഈസ് മേക്കിംഗ് ടീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ING ഉണ്ട്. ING വന്നു കഴിഞ്ഞാൽ ബീയിങ് വേണം നിർബന്ധമാണ്. ING വന്നു കഴിഞ്ഞാൽ ബീയിങ് വേണം നിർബന്ധമാണ്. ING വന്നു കഴിഞ്ഞാൽ ബീയിങ് വേണം നിർബന്ധമാണ്. അപ്പോൾ ഷീ ഈസ് മേക്കിംഗ് ആയതുകൊണ്ട് ബീയിങ് വേണം. അപ്പോൾ ടീ മെയ്ഡ് ബൈ ഹർ അത് തെറ്റിക്കാം, നമുക്കതിന് വെട്ടിക്കളയാം. ടീ ഈസ് മേക്കിംഗ് ബൈ ഹർ വെട്ടിക്കളയാം. പിന്നെ സിയും ഡിയും ബാക്കിയായി. സിയും ഡി ബാക്കിയാകുമ്പോൾ ടീ ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹർ, ടീ വാസ് ബീയിങ് മെയ്ഡ് ബൈ ഹർ. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. അപ്പോൾ വാസ് ബീയിങ് ഉള്ളതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഇതിൻ്റെ ജസ്റ്റ് സ്ട്രക്ചർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. V1നെ പാസീവിക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് V3 ആണ്. അതേപോലെ തന്നെ V2നെ പാസീവിക്ക് മാറ്റുമ്പോൾ വാസ്, വേറ് പ്ലസ് V3 ആണ്. അതേപോലെ തന്നെ ഈസ്, ആം, ആർ പ്ലസ് INGയെ പാസീവിക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വന്നത്. ഇനി അടുത്ത നോക്ക്, വാസ് അതേപോലെ തന്നെ വേറ് പ്ലസ് ING. അതിനെ നമ്മൾ പാസീവിക്ക് മാറ്റുമ്പോൾ അതേ സ്ട്രക്ചർ തന്നെയാണ്. വാസ്, വേറ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഇനി അടുത്ത നോക്ക്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3യെ പാസീവിക്ക് മാറ്റുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീന് പ്ലസ് V3. അടുത്ത നോക്കുക, ഹാഡ് പ്ലസ് V3യെ പാസീവിക്ക് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3. അപ്പോൾ നോക്കുക, V1നെ നമ്മൾ പാസീവിക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് V3. അതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് പറഞ്ഞു പോവാണ്. V2നെ പാസീവിക്ക് മാറ്റുമ്പോൾ വാസ്, വേറ് പ്ലസ് V3. ഈസ്, ആം, ആർ പ്ലസ് INGനെ മാറ്റുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3. വാസ്, വേറ് പ്ലസ് INGനെ മാറ്റുമ്പോൾ വാസ്, വേറ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഹാസ്, ഹാവ് പ്ലസ് V3യെ മാറ്റുമ്പോൾ ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. ഹാഡ് പ്ലസ് V3യെ മാറ്റുമ്പോൾ ഹാഡ് ബീൻ പ്ലസ് V3. അപ്പോൾ പാസീവിൽ എപ്പോഴും വെർബ് തേർഡ് ഫോമൊക്കെ മാറും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ വില്ല് വുഡാകും, ഷാള്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ വില്ല് വുഡല്ല, ഷാള്, ക്യാന്, കുഡ്, മേ, മൈറ്റ്. വില്ല്, ഷാള്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, അതേപോലെ തന്നെ വുഡ്. ഇതിനോടൊക്കെ ചേർന്ന് ബി വെച്ചിട്ട് V3 ആക്കണം. ഓക്കെ. വില്ല് വുഡ് ആകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ടഡ് സ്പീച്ചാന്നുള്ളത് മറന്നുപോയി പറഞ്ഞതാണ്. ഇനി പൈമ സൈക്കിൾ എടുത്ത് കൂടണ്ട. അപ്പോൾ വില്ല് വുഡ്, ഷാള് ഷുഡ്, ക്യാന് കുഡ്. മനസ്സിലായോ? ഇതിനോട് ചേർന്ന് നിങ്ങൾ എന്ത് കൊടുക്കണം? ബി കൊടുക്കണം. ബി എന്നിട്ട് V3 കൊടുക്കണം. ഇതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇത്രയും സ്ട്രക്ചർ മനസ്സിലാക്കി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അത്. ഓക്കെ.
ഇനി അടുത്തത് 72ാമത്തെ ചോദ്യമാണ്. 72ാമത്തെ ചോദ്യം, ഹീസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്. മനസ്സിലായ? ഇതാണ് ബുക്ക് താങ്കൾ ആവശ്യപ്പെട്ട ബുക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് 4 ആണ് വരിക. നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ 4 ആണ് വരിക. 4. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്. അപ്പോൾ നമ്മൾ ആസ്ക്ഡ് ഫോർ എന്നുള്ള ഒരു ഫ്രേസ് വെർബായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് മനസ്സിലായി തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ നോക്ക്, ആസ്ക് ഫോർ മണി, ആസ്ക് ഫോർ പെർമിഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ആസ്ക് വെക്കാം. മനസ്സിലായോ? ആസ്ക് ഫോർ മണി, ആസ്ക് ഫോർ പെർമിഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് വെക്കാം. അതേപോലെ തന്നെ ആസ്ക് ഫോർ ഹെൽപ്പ് അങ്ങനെയും വെക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ്, ഇങ്ങനെയൊക്കെ ആസ്ക് ഫോർ. അപ്പോൾ താങ്കൾ ആവശ്യപ്പെട്ട പുസ്തകം ഇതാണ്, താങ്കൾ അന്വേഷിച്ചിരുന്ന പുസ്തകം ഇതാണ് എന്നുള്ള അർത്ഥമാണ്. താങ്കൾ ആവശ്യപ്പെട്ട പുസ്തകം, താങ്കൾ ചോദിച്ച പുസ്തകം ഇതാണ്. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ. അപ്പോൾ നമ്മുടെ ഉത്തരം ആസ്ക്ഡ് ഫോർ ആണ്. അപ്പോൾ ആസ്ക് ഫോർ മണി എന്ന് പറയാം, ആസ്ക് ഫോർ പെർമിഷൻ എന്ന് പറയാം, ആസ്ക് ഫോർ ഹെൽപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 73ാമത്തെ ചോദ്യം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ചോദ്യമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമുക്കറിയാം, ഏകദേശം 2 ചോദ്യങ്ങളും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് വന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങളും. ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. ഇവിടെ നിങ്ങൾ ദാ കണ്ടില്ലേ, ദാ. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദാ വന്നു കഴിഞ്ഞാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി. പിന്നെ ചോദ്യത്തിൽ ദാനുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. മനസ്സിലായ? കമ്പാരിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മോർ പ്രെറ്റി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളയാം, മോസ്റ്റ് പ്രെറ്റി എന്നും പെട്ടെന്ന് വെട്ടിക്കളയാം. മനസ്സിലായ? പ്രെറ്റി എന്നുള്ളതിന് 2 സിലബിൾ സൗണ്ടാണുള്ളത്. പ്രറ്റി അങ്ങനെ 2 സിലബിൾ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അവസാനം ER കൊടുത്താൽ കമ്പാരിറ്റീവായി, EST കൊടുത്താൽ സൂപ്പർലേറ്റീവായി. അപ്പോൾ മോറും മോസ്റ്റും വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 2ൽ കൂടുതൽ സിലബിൾ സൗണ്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ, ഫുൾ അങ്ങനെ 3 ഉണ്ട്. അതിൻ്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യുക, അതിൻ്റെ സൗണ്ട് ഒന്ന് മുറിക്കുക, അതിൻ്റെ സിലബിൾ സൗണ്ട് ഒന്ന് മുറിക്കുക. ബ്യൂട്ടിഫുൾ അങ്ങനെ 3 ഉണ്ട്. അപ്പോൾ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവരാണ്, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ ഉത്തരം പ്രെറ്റിയസ്റ്റ് ആണ്. പ്രെറ്റി എന്ന് പറ്റൂല കേട്ടോ, പ്രെറ്റി എന്ന് പറ്റൂല. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രെറ്റിയസ്റ്റ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. അപ്പോൾ ഇതിവിടെ നമ്മുടെ ആൻസർ 73ാമത്തിൽ ദാറ്റ് ഈസ് ദ പ്രെറ്റിയസ്റ്റ് എന്നുള്ളത് ഉത്തരമാണ് എന്നാണ് പറയാനുള്ളത്. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ എന്ന് പറഞ്ഞാൽ ദാ അവിടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ദാ കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി കൊടുക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ എപ്പോഴും ദാ നിർബന്ധമാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ദാന് ചോദ്യത്തിലുണ്ടാവും. ചോദ്യത്തിൽ ദാനൊന്നും ഇല്ല, അപ്പോൾ അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി അല്ല. പിന്നെ ഏത് ഡിഗ്രിയെ മറ്റൊരു ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സിലബിൾ, അതിൻ്റെ സൗണ്ട് കട്ട് ചെയ്താൽ മതി. 2 സൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ബീഗ് 2 ഉള്ളൂ, അപ്പോൾ ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. അതേപോലെ പ്രേറ്റി, അപ്പോൾ പ്രെറ്റിയർ, പ്രെറ്റിയസ്റ്റ്. മനസ്സിലായോ? അതാണ് രീതി. പിന്നെ 2 കമ്പാരിറ്റീവ് ഡിഗ്രി ജോയിൻ ആകാൻ പാടില്ല, 2 സൂപ്പർലേറ്റീവും ജോയിൻ ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മോർ ടാളർ എന്ന് പറയാൻ പാടില്ല, മോസ്റ്റ് ടാളസ്റ്റ് എന്നും പറയാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. ഇനി 74ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് 2 ചോദ്യം വരെ തന്നിട്ടുണ്ട്. പ്ലീസ് ഡസിൻറ്റ് ലുക്ക് വെൽ ടുഡേ. പ്രസാദ് ഡസിൻറ്റ് ലുക്ക് വെൽ ടുഡേ. പ്ലീസ് അല്ല, പ്രസാദാണ്. പ്രസാദ് ചെറിയൊരു മങ്ങലുണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. പ്രസാദ് ഡസിൻറ്റ് ലുക്ക് വെൽ ടുഡേ. അതിന് ക്വസ്റ്റ്യൻ ടാഗ് പ്രോപ്പറായിട്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ അറിയാം സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ടാഗ് പോസിറ്റീവ് ആകണം. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ടാഗ് പോസിറ്റീവ് ആകണം. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, അപ്പോൾ ടാഗ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി ഡസ്സാണ്, ഡസിൻറ്റ്. അപ്പോൾ ഡസിൻറ്റിൻ്റെ പോസിറ്റീവ് ഡസ്സാണ്. അപ്പോൾ ഡിഡ് ഹി വട്ടാം, ഡിഡിൻറ്റ് ഹി വട്ടാം, ഡസിൻറ്റ് ഹി വട്ടാം. ഓപ്ഷൻ എ ഡസ് ഹി എന്നാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തന്ന ചോദ്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്ന പ്രസ്താവന നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. അപ്പോൾ അതിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ, ഓക്സിലറി വെർബ് പോസിറ്റീവിലാണെങ്കിൽ നെഗറ്റീവ് ആക്കുക, ഓക്സിലറി വെർബ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഇനി തന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ അതിൽ മെയിൻ വെർബ് ഉണ്ടാവും. മെയിൻ വെർബ്, ആ മെയിൻ വെർബിൽ നിന്ന് ഡു,
ഡസ് ഡിഡ് ക്രമീകരിക്കുക. ഡു ഡസ് ഡിഡ് ക്രമീകരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ക്രമീകരിക്കുക? അതിനുദാഹരണമാണ് പ്ലേ. പ്ലേ, പ്ലേസ്. ഇത് രണ്ടും V1 ആണ്. ഇത് രണ്ടും. അപ്പോൾ പ്ലേൻ്റെ ഉള്ളിൽ ഡു, പ്ലേസിൻ്റെ ഉള്ളിൽ ഡസ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഫോമാണ് പ്ലേഡ്. അപ്പോൾ പ്ലേഡിൻ്റെ ഉള്ളിൽ ഡിഡ്. ഇങ്ങനെ എടുക്കുക. ആരില്ലെങ്കിൽ, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ. എന്നാൽ ഈ ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഡസിൻ്റെ എന്ന് വ്യക്തമായി കാണുന്നുണ്ട്. ഡസിൻ്റെ എന്ന് വ്യക്തമായി കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പണിയൊന്നും എടുക്കണ്ട. ഡസിൻ്റെ നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കിയാൽ മതി. അതുകൊണ്ടാണ് ഡസ് ഹി എന്ന് പറഞ്ഞത്. ഇതാണ് 24ാമത്തെ ചോദ്യം. ഇത്രയും സിമ്പിൾ. ഇതൊക്കെ നമ്മൾ ആ 8.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞ് എല്ലാ ടോപ്പിക്സും അതിൽ ഏകദേശം എല്ലാ ടോപ്പിക്സും അതിൽ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവർ സെക്കൻഡ് ഫേസിലുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് അത് കാണണം. അപ്പോൾ ഏകദേശം 90K ആയിട്ടുണ്ട്. 90K. അത് കണ്ടവർക്ക് ഈ പരീക്ഷ എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി 75ാമത്തെ ചോദ്യം നോക്കുക. 75ാമത്തെ ചോദ്യം ടെൻസാണ്. ടെൻസിനെ ഞാൻ ആ ക്ലാസ്സിൽ ഒരു 5 ടെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 5 ടെൻസിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു ടെൻസാണ് ലാസ്റ്റ് ഇയർ എന്ന് കണ്ടില്ല ഞങ്ങൾ. 75ാമത്തെ ചോദ്യം കണ്ട് ലാസ്റ്റ് ഇയർ. ഈ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ സിമ്പിൾ പാസ്റ്റ് എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. എത്ര ജാമ്പുവാൻ്റെ കാലത്തുള്ള കാര്യമാണെങ്കിലും പ്രശ്നമില്ല. എത്ര വർഷം മുമ്പുള്ള കാര്യമാണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ആണ്. അതിനെ ചൊർക്ക് നിങ്ങൾ കൂട്ടണ്ട. അതിനെ ചൊർക്ക് കൂട്ടിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഹാഡ് പാസ്ഡ് എന്ന് പറയണ്ട. അതിനെ ചൊർക്ക് കൂട്ടി ഹാസ് പാസ്ഡ് എന്ന് പറയണ്ട. OMR മെഷീൻ എത്തിയും പറ്റും. അതിനെ പാസസ് എന്നും പറയണ്ട. പറഞ്ഞത് മനസ്സിലായി? സിമ്പിൾ പാസ്റ്റ് എത്ര വർഷം മുമ്പ് വായിക്കുകയാണെങ്കിലും, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണെങ്കിലും സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതിയെന്ന്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായത്? ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയർ തന്നെ കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നൊരു കാര്യമാണ് പറയണത്. കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം പാസ്ഡ്. ഈ പാസ്ഡ് ആണ് ഇവിടെ V2. എത്ര വർഷം മുമ്പ് ബാക്കുള്ള കാര്യമാണെങ്കിലും, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുകയാണെങ്കിലും ഞാൻ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. നിങ്ങൾ പഴയ കാര്യമൊക്കെ തപ്പി തടഞ്ഞെടുത്ത് പറയുകയാണെങ്കിലും നിങ്ങൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. ഇവിടെ ലാസ്റ്റ് ഇയർ എന്നുള്ള ടൈമിംഗ് വേർഡാണ്. ടൈം ഓഫ് അഡ്വർബിയർ ആണ് ലാസ്റ്റ് ഇയർ. ഈ ലാസ്റ്റ് ഇയർ എന്ന് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയത് ഏത് പറയുകയാണെങ്കിലും വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വെറും പാസ്ഡ് എന്ന് മതി. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ചുരുക്ക് കൂട്ടി ഹാഡ് പാസ്ഡ് ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന നിലക്ക് പറയേണ്ടതില്ല. അത് വളരെയധികം തെറ്റാണ്. പിന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞതാണ് ഡിഫാക്റ്റോ എന്ന ഫോറിൻ വേർഡ് കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് പറഞ്ഞതാണ്. ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻ റിയാലിറ്റി, ഇൻ ഫാക്റ്റ്, യാഥാർത്ഥ്യമാണ് ഡിഫാക്റ്റോ എന്ന് പറയാം. ബൈ ലോ എന്ന് പറഞ്ഞാൽ ഡി ജൂറി എന്നാണ്. ഡി ജൂറിയാണ് ബൈ ലോ. JURE. മനസ്സിലായോ? ഡി ജൂറിയാണ് ബൈ ലോ. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ എടുത്തിട്ട് ഫോറിൻ ഫ്രേസ് പറഞ്ഞപ്പോൾ ഡിഫാക്റ്റോ എടുത്ത് പറഞ്ഞാണ്. ബൈ ലോ എന്ന് പറഞ്ഞാൽ ഡി ജൂറിയാണ് കേട്ടോ. ഡി ജൂറി. ആരോഗ്യപരമായി കുറച്ച് ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന്, ലോജിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഫാക്റ്റോ മീൻസ് ഡി ജൂറി എന്നുള്ളതാണ്. ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 75ാമത്തെ ചോദ്യം ഡിഫാക്റ്റോ എൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചത്. ഫോറിൻ ഫ്രേസ് ആണ് അത്. ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്റ്റ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ആ 8.5 മണിക്കൂറിൻ്റെ വീഡിയോയിൽ ഫോറിൻ ഫ്രേസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോറിൻ ഫ്രേസുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടൊന്നാണ് ഡിഫാക്റ്റോ. അതാണ് ഇന്ന് വന്നത്. ഇനി വരാനിരിക്കുന്ന ഫേസിനും അതിൽ നിന്ന് തന്നെയാണ് വരിക. അത് 100% ഗ്യാരണ്ടിയാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് കാണുക. അത് ഉണ്ടാവും 8.5 മണിക്കൂർ കേട്ടോ. 8.5 മണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ആണ്. അത് കാണുക. അതിലൊന്നും കൂടുതൽ കണക്റ്റഡ് ഫാക്റ്റ് തരാനില്ല, അതിൽ തന്നെ ഉണ്ട്. ഇനി 77ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77ാമത്തെ ചോദ്യം എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഈസ് കാൾഡ്. അവനെ പറ്റി തന്നെ അവൻ ഒരു അവൻ്റെ എൻറ്റയർ ലൈഫ് അവൻ തന്നെ എഴുതുകയാണെങ്കിൽ എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഈസ് കാൾഡ്. അവൻ്റെ എൻറ്റയർ ലൈഫിൽ, അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പുള്ളി വിടാതെ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയും. ഓട്ടോബയോഗ്രഫി. അപ്പോൾ ഓപ്ഷൻ എ ബയോഗ്രഫി ഉണ്ട്, മെമ്മോയർ ഉണ്ട്, ക്രോണിക്കൽ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ബൈ സമ്മൺ എൽസ്, അതാണ് ബയോഗ്രഫി. ഇപ്പം എൻ്റെ ചരിത്രം, എൻ്റെ കഥകൾ, മുഹമ്മദ് ഫാരിസിൻ്റെ എല്ലാ കഥകളും വേറെ ആൾ എഴുതുകയാണെങ്കിൽ അത് ബയോഗ്രഫിയാണ്. മനസ്സിലായ? മുഹമ്മദ് ഫാരിസിൻ്റെ എൻ്റെ കാര്യങ്ങൾ വേറെ ആൾ എഴുതുകയാണെങ്കിൽ അത് ബയോഗ്രഫിയാണ്.
അതേപോലെ തന്നെ ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ റിട്ടൺ ബൈ ദ പേഴ്സൺ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അപ്പോൾ എൻ്റെ കാര്യം എൻ്റെ എൻറ്റയർ ലൈഫ് മുഴുവൻ ഞാൻ തന്നെ എഴുതുകയാണെങ്കിൽ അത് ഓട്ടോബയോഗ്രഫിയാണ്. അല്ലെങ്കിൽ അവളുടെ എൻറ്റയർ ലൈഫ് മുഴുവൻ അവൾ തന്നെ എഴുതിയാൽ അതും ഓട്ടോബയോഗ്രഫിയാണ്. മനസ്സിലായോ? അതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഇനി മെമോയർ എന്താ? മെമോയർ എന്ന് പറഞ്ഞാൽ ഫോക്കസസ് ഓൺ സ്പെസിഫിക് ഇവൻറ്റ്സ് ഓർ പീരീഡ്സ്. അതായത് നമ്മുടെ എൻറ്റയർ ലൈഫല്ല, നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇവൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് എഴുതുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇവൻറ്റ്സ് ഫോക്കസ് ചെയ്ത് എഴുതുന്നതാണ് മെമോയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 25ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു സ്പെസിഫിക് ഇവൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നു, അല്ലെ ഏതെങ്കിലും ഒരു പീരീഡിൽ എന്തെങ്കിലും നടന്നു, അത് ഫോക്കസ് ചെയ്ത് എഴുതുന്നതാണ് മെമോയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ എൻ്റെ ലൈഫ് അതിലില്ല. അടുത്ത ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോണിക്കിൾ ഈസ് എ റെക്കോർഡ് ഓഫ് ഈവൻറ്റ്സ് ഇൻ ടൈം ഓർഡർ. അതായത് ഓർഡർ പ്രകാരമുള്ള കഥകളാണ് ക്രോണിക്കിൾ എന്ന് പറയാം. റെക്കോർഡാണ് ഈവൻറ്റ്സ് ഇൻ ടൈം ഓർഡർ. ഓരോ കാര്യങ്ങൾ ഓർഡർ പ്രകാരമുള്ള കഥകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് അങ്ങനെ ക്രോണിക്കിൾ, അതാണ് ക്രോണിക്കിൾ. ഇവിടെ ചോദിച്ചത് സ്വന്തമായി എഴുതുന്നതാണ്. അപ്പോൾ ഓട്ടോബയോഗ്രഫി വളരെ സിമ്പിൾ, ഒരുപാട് തവണ PSC ചോദിച്ച് തഴമ്പിച്ചൊരു ചോദ്യമാണ്. പിന്നെ ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ആ വില്ല് തന്നില്ലെങ്കിൽ ചിലവർക്ക് പ്രശ്നമാവും. ഇവിടെ വില്ലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വില്ല് കഴിഞ്ഞാൽ വില്ല്, വുഡ്, ഷുഡ്, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാലും മതി. ക്യാന്, കുഡ്, മേ, മൈറ്റ്, ഇതാണ് മൊഡാൽ എന്നറിയാം. ഇതാണ് മൊഡാൽ. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ ഉത്തരത്തിക്കെത്താം. ഇവിടെ വില്ലും V1 മാത്രമേ വരുള്ളൂ. ഈ V1 എന്ന് പറഞ്ഞത് പ്ലൂരൽ ഫോം ആകണം. പ്ലൂരൽ ഫോം ആകണം. ഇതൊരു സംഗതി എന്തെന്ന് വെച്ചാൽ ഇത് എന്താണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതാണ്. അത് കൺഫ്യൂസിങ് വേർഡ് കൊണ്ട് ചെക്ക് ചെയ്തതാണ്. 6 മണിക്ക് ട്രെയിന് പോകും എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ലിവ് എന്ന് ഒരിക്കലും പറ്റൂല, ലെഫ്റ്റ് എന്തായാലും പറ്റൂല, ലൈഫ് എന്തായാലും പറ്റും. എന്ത് ട്രെയിൻ ലൈഫോ എന്താ അങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പോൾ ലൈഫ് അല്ല, ലെഫ്റ്റ് അല്ല. പിന്നെ വില്ലിന് ശേഷം V1, ആ V1 പ്ലൂരൽ ഫോം ആകണം. SORES വരാൻ പാടില്ല. ആ V1ൻ്റെ കൂടെ SORES വരാൻ പാടില്ല. അപ്പോൾ വില്ലിന് ശേഷം V1. അപ്പോൾ ലിവും ഉണ്ട്, ലീവും ഉണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് ട്രെയിന് പോകുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ E ആണ്, ലീവ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. ഏറ്റവും സിമ്പിളാണ്. ഇതൊന്നും ഞാൻ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി 79ാമത്തെ ചോദ്യമാണ്. 79ാമത്തെ ചോദ്യം സ്പെൽ ചെക്കാണ്. സ്പെൽ ചെക്ക് അതായത് 4 ടൈപ്പ് ഡെഫിനിറ്റ്ലി തന്ന്. ഡെഫിനിറ്റ്ലി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണതാണ്, നമ്മൾ പറയുന്നതാണ്. ഡെഫിനിറ്റ്ലി സ്ഥിരമായിട്ട് പറയുന്നതാണ്. അല്ലേ? അത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C 79 ഓപ്ഷൻ C ഡെഫിനിറ്റ്ലി ഓപ്ഷൻ C ആണ്. അപ്പോൾ നോക്കി, സ്പെൽ ചെക്ക് കഴിഞ്ഞ ക്ലാസ് ഞാൻ തന്നതാണെന്ന് ഒന്നുകൂടി നോക്കിക്കോ. അബ്രീവിയേറ്റ്, ആബ്സെൻസ്, അബണ്ടൻസ്, അക്കോമഡേറ്റ്, അച്ചീവ്, അക്വൻറ്റൻസ്, അഗ്രവേറ്റ്, അമേച്ചർ, അംബിഗ്യസ്, അമെൻഡ്, അനസ്തറ്റിക്, അനലൈസ്, അനിലേറ്റ്, അനുലി, കമ്പാരിറ്റീവ്ലി, കൺസീവ്, കോൺകറർ, കോൺഷ്യസ്, കൺവലസൻറ്റ്, കൺവീനിയൻസ്, റെസ്പോണ്ടൻസ്, കരിക്കുലം, ഡിസീസ്ഡ്, ഡെഫിനിഷൻ, ഡിമനോയർ, ഡിമറേജ്, ഡയോറിയ, ഡിസിപ്ലിൻ, ലെഫ്റ്റനൻറ്റ്, മെയിൻ്റനൻസ്, മാലിഗ്നൻറ്റ്, മാനേജബിൾ, മെഡീവൽ, മെഡിറ്ററേനിയൻ, മിസ്ലേനിയസ്, മിഷീവസ്, മിസ്പെല്ല്, അത് നോട്ടീസിബിൾ, നോയിസൻസ്, ഒക്കേഷണലി, ഒക്കറൻസ്, ഓംലെറ്റ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കളൊന്ന് നോക്കിയിട്ട് പോകണം. ജസ്റ്റ് പോസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പാർട്ട്മെൻറ്റ്, അപ്പാരൻറ്റ്, അപ്പറ്റൈറ്റ്, ആർക്കിയോളജിസ്റ്റ്, ആർക്ടിക്, ആർഗ്യുമെൻറ്റ്, അസെൻറ്റ്, അസാസിൻ, അസസ്മെൻറ്റ്, അത്ലറ്റ്, ഓഡിയൻസ്, ഓക്സിലറി, ബിലീവ്, ബെനിഫിറ്റഡ്, എംബ്രാസ്മെൻറ്റ്, എൻഡോവർ, എക്വിലിബ്രിയം, എക്സാജറേറ്റ്, എക്സ്പെഡിയേറ്റ്, ഫ്ലൂറസെൻറ്റ്, ഫോർ ഫിംഗർ, 44, ഫുൾഫിൽ, ഗവർണർ, ഗ്രാൻഡ്യൂർ, ഗ്യാരണ്ടി, ഗൈനക്കോളജി, ഹെമറേജ്, ഒമിറ്റഡ്, പാർലമെൻറ്റ്, പ്രിസർവറൻസ്, പ്രിവിലേജ്, പ്രൊനൗൺസിയേഷൻ, ക്വസ്റ്റനെയർ, റെഫേർഡ്, റിപ്പീറ്റേഷൻ, റെസ്റ്റോറൻറ്റ്, റെഡിക്കുലസ്, സീസ്, സെപ്പറേറ്റ്, സർജൻറ്റ്, സിമുൾട്ടേനിയസ്. മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എന്ത് ചെയ്യണം, പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി പോവുക. ലാസ്റ്റത്തെ ബൈസിക്കിൾ, ബില്ലിനയർ, ബൊക്കറ്റ്, ബ്രോഷർ, കലണ്ടർ, കമഫ്ലഗ്, കാഷ്വലി, സെമിത്തേരി, സെറിമണി, ചോഫർ, കൊമമറേറ്റ്, കമ്മീഷണർ, കമ്മിറ്റി, ഹെയറാർക്കി, ഹോമോജീനിയസ്, ഹ്യൂമറസ്, ഹൈജീൻ, ഹിപ്പോക്രസി, ഇമിഗ്രൻറ്റ്, ഇൻകൺവീനിയൻസ്, അതേപോലെ ഇൻ്റർമീഡിയൻറ്റ്, ഇറലവൻറ്റ്, ജ്വല്ലറി, അതേപോലെ തന്നെ ജക്സ്ട്രപോസിഷൻ, കലോഡിസ്കോപ്പ്, ലേസിൽ, അതേപോലെ ലിയേസൺ, സോവറിൻ, സ്പോണ്ടേനിയസ്, അതേപോലെ സക്സീഡഡ്, സൂപ്പർസീഡ്, സർവൈലൻസ്, സസെസ്റ്റിബിൾ, സിങ്ക്രോണസ്, ടീടോളർ, ടെമ്പററി, യുനാനിമസ്, വില്ലന്, വാറൻറ്റി, വിൽവുൾ.
ഇതൊന്ന് പോസ് അടിച്ചിട്ട് എല്ലാത്തിനെയും കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഓർമ്മിക്കുന്ന രീതിയിൽ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇതിൽ നിന്നാണ് അടുത്ത ഫേസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ്. അതിനേക്കാളും സിമ്പിളായിട്ട് ഡെഫിനറ്റ്ലി എപ്പോഴും നമ്മൾ പറയുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത ത്രോ ഇൻ ദ ടവൽ, 80ാമത്തെ ത്രോ ഇൻ ദ ടവൽ. ആ 8.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ത്രോ ഇൻ ദ ടവൽ ഒരുപാട് ത്രോ ഇൻ ദ ടവൽ പറഞ്ഞതാണ്. 8 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ത്രോ ഇൻ ദ ടവൽ പറഞ്ഞതാണ്. ത്രോ ഇൻ ദ ടവൽ എന്നുള്ളത് പറഞ്ഞതാണ് 8.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ അതിൽ കുറച്ച് ഇഡിയംസ്, പ്രധാനപ്പെട്ട ഇഡിയംസ് ചർച്ച ചെയ്യുന്നുണ്ട്. ത്രോ ഇൻ ദ ടവൽ എന്ന് പറഞ്ഞാൽ ടു ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ 81ാമത്തെ വീണ്ടും ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചു. പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്, പ്ലീസ് പാസ് മീ ദ ഷുഗർ. പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്ന് പറഞ്ഞാൽ ഇതൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ആകുമ്പോൾ ഒരിക്കലും ക്യാൻ യു പറ്റൂല, അതേപോലെ കാണ്ട് യു പറ്റൂല. പിന്നെ വോണ്ട് യു ആണ്, വിൽ യു എന്നാണ്. അപ്പോൾ നമ്മൾ വോണ്ട് യു വെക്കണമെങ്കിൽ അർജൻസി, വോണ്ട് യു നമ്മൾ വെക്കണമെങ്കിൽ അർജൻസി, അതേപോലെ തന്നെ ഇൻവിറ്റേഷൻ, അതേപോലെ തന്നെ ഓഫർ, അതേപോലെ തന്നെ റിമൈൻഡർ. അർജൻസി, ഇൻവിറ്റേഷൻ, ഓഫർ, റിമൈൻഡർ. ഇതൊക്കെയാണ് നമ്മൾ വോണ്ട് യു വെക്കുക. ഇവിടെ റിക്വസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ വിൽ യു ആണ്. റിക്വസ്റ്റ് ആയതിന് ഏറ്റവും സ്യൂട്ടബിൾ വിൽ യു ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാനുള്ളത്. അർജൻസി, ഇൻവിറ്റേഷൻ, ഓഫറും റിമൈൻഡറൊക്കെ ആണെങ്കിൽ വോണ്ട് യു, റിക്വസ്റ്റ് ആണെങ്കിൽ വിൽ യു, ഇംപേഷ്യൻസ് ആണെങ്കിൽ കാണ്ട് യു. നമ്മൾ ക്ഷമ നഷ്ടപ്പെട്ട് തൊള്ളി തോന്നിയത് മുഴുവൻ പറയില്ലേ, വായ തോന്നിയത് മുഴുവൻ പറയില്ലേ, അതൊക്കെ കാണ്ട് യു. ഓക്കെ. ഇനി 82ാമത്തെ ചോദ്യം എന്താണ്? ആർട്ടിക്കിൾ എന്നുള്ള ചോദ്യമാണ്. ഒരു നിലവാരത്തിലുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ലോജിക്ക് മനസ്സിലായതിന് ഈസിയാണ്. എന്താ വെച്ചാൽ വാട്ടറും എയറും അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ മാസ് നൗൺ ആണ്. മാസ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൗണ്ടബിൾ നൗണിൻ്റെ മറ്റൊരു പേരാണ് മാസ് നൗൺ. അത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ എണ്ണാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ, എയർ ഒരു അൺകൗണ്ടബിൾ നൗണാണ്. ഈ അൺകൗണ്ടബിൾ നൗണിനെ നമുക്ക് എന്ത് ചെയ്യാം? അൺകൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ എ വെക്കാൻ പറ്റൂല, ആന് വെക്കാൻ പറ്റൂല. അത് നിർബന്ധമാണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപിൽ എയും ആനും വെക്കാൻ പറ്റൂല, അത് ഉറപ്പാണ്. പിന്നെ അൺകൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ ദാ വെക്കാം. എപ്പോൾ? അൺകൗണ്ടബിൾ കാണുമ്പോൾ തന്നെ ദാ വെക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ആ അൺകൗണ്ടബിൾ നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ മാത്രം ദാ വെക്കുക. ദാൻ്റെ ഉപയോഗം തന്നെ സ്പെസിഫിക്കേഷനാണ്. ഏതൊരു നൗണിനെയും സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് ദാ വെക്കുക. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ എന്തായാലും എയും ആനും പറ്റൂല. അൺകൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ ദാ വെക്കാം. ദാ എപ്പോൾ? അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ ചോദ്യം കണ്ടിട്ട് യാതൊരു സ്പെസിഫിക്കേഷൻ ഇല്ല. വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലീവ്. നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളവും അതേപോലെ തന്നെ വായുവും വേണം. ഇതൊരു സാധാരണ ഒരു ജനറൽ സെൻസാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആയത്. ബാക്കിയുള്ളതൊക്കെ തെറ്റായത്. ഇനി 83ാമത്തെ ചോദ്യം നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയ സെൻറ്റൻസ്? നമുക്ക് പെട്ടെന്ന് വി ആയതുകൊണ്ട് അവർ സെൽഫ് കട്ട് ചെയ്ത് കളയാം. ഇവിടെയും അവർ സെൽഫ് 2 കട്ട് ചെയ്ത് കളയാം. പിന്നെ വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ് ഉണ്ട്, വി കെപ്റ്റ് അവർ സെൽഫ് അവേ ഫ്രം ദ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ കാരണം കീപ്പിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീപ്പിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ പാടില്ല. അപ്പോൾ അവിടെ അവർ സെൽഫ്സ് എന്ന് വന്നാലും ഇത് തെറ്റാണ്. അപ്പോൾ കെപ്റ്റ് അവേ എന്നുള്ളതാണ്. ഇതാണ് ശരി. കീപ്പിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ പാടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളി. നിങ്ങൾ ഒരു ചോദ്യത്തിൽ അക്വിറ്റ് കണ്ടു, ആബ്സെൻറ്റ് കണ്ടു, അവെയിൽ കണ്ടു, റീകൺസിൽ കണ്ടു, അതേപോലെ തന്നെ അമ്യൂസ് കണ്ടു, റിസൈൻ കണ്ടു, അവെഞ്ച് കണ്ടു, റിവഞ്ച് കണ്ടു, എൻജോയ് കണ്ടു, എക്സെർട്ട് കണ്ടു, അപ്ലൈ കണ്ടു, അഡാപ്റ്റ് കണ്ടു, അഡ്ജസ്റ്റ് കണ്ടു, പ്രൈഡ് കണ്ടു. ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന്, ഈ വാക്കിൽ ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് PSC ബ്ലാങ്ക് ഇട്ടാൽ PSC ഒരു ബ്ലാങ്ക് കണ്ടിടും. ഇപ്പോൾ അക്വിറ്റ് കഴിഞ്ഞിട്ട് PSC ബ്ലാങ്ക് കണ്ടിടും, ആബ്സെൻറ്റ് കഴിഞ്ഞിട്ട് PSC ബ്ലാങ്ക് കണ്ടിടും, അവെയിൽ കഴിഞ്ഞിട്ട് PSC ബ്ലാങ്ക് കണ്ടിടും, റീകൻസിൽ കഴിഞ്ഞിട്ട് PSC ബ്ലാങ്ക് കണ്ടിടും. PSC ബ്ലാങ്ക് ഇട്ടാൽ ആ ബ്ലാങ്കിനോട് ചേർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ചുള്ള റിഫ്ലെക്സീവ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഐ ആണെങ്കിൽ മൈ സെൽഫ് കൊടുക്കണം. അതേപോലെ തന്നെ യു ആണെങ്കിൽ യുവർ സെൽഫ് കൊടുക്കണം.
അല്ലെങ്കിൽ സെൽവ്സ് കൊടുക്കണം അതിനനുസരിച്ച്, അല്ലെങ്കിൽ സെൽവ്സ് കൊടുക്കണം അതിനനുസരിച്ച്. അതേപോലെ തന്നെ ദേ ആണെങ്കിൽ ദം സെൽവ്സ് കൊടുക്കണം, പ്ലൂരൽ ആകുമ്പോൾ സെൽവ്സ്. വി ആകുമ്പോൾ അവർ സെൽവ്സ് കൊടുക്കണം. ഹി ആകുമ്പോൾ ഹിംസെൽഫ് കൊടുക്കണം. അതേപോലെ ഷീ ആകുമ്പോൾ ഹെർ സെൽഫ് കൊടുക്കണം. ഇറ്റ് ആകുമ്പോൾ ഇറ്റ് സെൽഫ് കൊടുക്കണം. രാഹുൽ ആവുമ്പോൾ ഹിംസെൽഫ് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ അക്വിറ്റ്, ആബ്സെൻ്റ്, അവൈൽ, റീകൺസിൽ, അമ്യൂസ്, റിസൈൻ, അവെഞ്ച്, റിവെഞ്ച്, എൻജോയ്, എക്സെപ്റ്റ്, അപ്ലൈ, അഡാപ്റ്റ്, അഡ്ജസ്റ്റ്, പ്രൈഡ് ഇതിനോട് ചേർന്ന് നിങ്ങൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം. ഏതെങ്കിലും റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കാൻ പറ്റൂല, ഏതെങ്കിലും റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കാൻ പറ്റില്ല. ആ ചോദ്യത്തിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ചുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺ നിങ്ങൾ കൊടുക്കണം. ഇതല്ല ഇവിടെ ചോദിച്ചത്. ഈ വാക്ക് കണ്ടാൽ കൊടുക്കണം. ഇനി അടുത്ത് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്കൊന്ന് നോക്കാം. അവയിൽ വന്നാൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം എന്ന് ഉറപ്പായി അല്ലേ? അപ്പോൾ യുക്കിത് യുവർ സെൽഫ്, അപ്പോൾ യുവർ സെൽഫായി. ഇനി അടുത്ത് നോക്ക്. റിസൈന് റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം എന്ന് ഉറപ്പായി. ഇവിടെ ഹി ആണ്, അപ്പോൾ ഹിംസെൽഫ്. കണ്ടോ? ഇനി അടുത്ത് നോക്കി. അക്വിറ്റഡ് കണ്ട റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം. ഇവിടെ ഫോർമർ ഡി എം ആണ്, ഫോർമർ ഡി എം ആണാണ്, അപ്പോൾ ഹിംസെൽഫ്. മനസ്സിലാ? ഇനി സ്പോട്ട് ദ എറർ. ഇവിടെ ഐ പ്രൈഡ് എന്നാണ്. പ്രൈഡ് കഴിഞ്ഞാൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം. അപ്പോൾ ഐ പ്രൈഡ് മൈസെൽഫ് എന്ന് വരണമായിരുന്നു. ഐ പ്രൈഡ് മൈസെൽഫ്. അപ്പോൾ ഓപ്ഷൻ എയിലാണ് തെറ്റ്. പറഞ്ഞു മനസ്സിലായി? അടുത്ത സ്പോട്ട് ദ എറർ നോക്കിയത് സ്റ്റുഡൻറ്റ് എക്സേർട്ട്. ഇവിടെ എക്സേർട്ട് വന്നാൽ ദം അല്ല, ദം സെൽവ്സ് എന്ന് വരണം. ദം സെൽവ്സ്. എക്സേർട്ട് വന്ന് റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം. സ്റ്റുഡൻസ് എന്നാണ്. സ്റ്റുഡൻസ് പ്ലൂരൽ ആയതുകൊണ്ട് ദം സെൽവ്സ്. അപ്പോൾ എയിലാണ് തെറ്റ്. ഇനി അടുത്ത് നോക്കി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എൻജോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ എൻജോയ് കണ്ടാലും എൻജോയിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എൻജോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ എൻജോയ് നേരിട്ട് ആരെ സ്വീകരിച്ചു? ഒബ്ജക്റ്റായ പാർട്ടിയെ സ്വീകരിച്ചു. ദേ എൻജോയ്ഡ് ദ പാർട്ടി, അങ്ങനെയും പറയാം. ദേ എൻജോയ്ഡ് ദ പാർട്ടി എന്ന് പറയുമ്പോൾ എൻജോയ് ഒബ്ജക്റ്റിനെ നേരിട്ട് സ്വീകരിച്ചാൽ, അഥവാ എൻജോയ്ഡ് ട്രാൻസിറ്റീവ് വെർബായാൽ, എൻജോയ്ഡ് ട്രാൻസിറ്റീവ് വെർബ് പറഞ്ഞാൽ ഒരു വെർബ് നേരിട്ട് ഒബ്ജക്റ്റിനെ സ്വീകരിക്കുക, അപ്പോൾ എൻജോയ്ഡ് വെർബാണ്, പാർട്ടി ഒബ്ജക്റ്റാണ്. അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കരുത്. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ്. ഇതിൻ്റെ ആവശ്യമില്ല. ചില ആൾക്കാർ ദംസെൽസ് എഴുതും, അപ്പോൾ മാർക്കാണ്ട് പോകും. അപ്പോൾ എൻജോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എൻജോയ് എന്ന വെർബ് നേരിട്ട് റിഫ്ലെക്സീവ് പ്രൊനൗണിന് നേരിട്ട് ഒബ്ജക്റ്റിനെ സ്വീകരിച്ചാൽ നമ്മൾ ആ സബ്ജക്റ്റിനനുസരിച്ചുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കരുത്. അപ്പം നമ്മുടെ ഉത്തരം നൺ ഓഫ് ദീസ് ആണ്, ദംസെൽവ്സ് അല്ല. ഇതറിയില്ലെങ്കിൽ നിങ്ങൾ പെടും. അടുത്ത നോക്ക്. എൻജോയ്ഡ് ഡ്യൂറിങ് വെക്കേഷൻ. ഈ ഡ്യൂറിങ് വെക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. അല്ലാതെ ഇതൊരു ഒബ്ജക്റ്റ് അല്ല. എൻജോയ് ആരെ സ്വീകരിച്ചു? പ്രിപ്പോഷണൽ ഫ്രേസിനെ സ്വീകരിച്ചു. മനസ്സിലാ? ദി എൻജോയ്ഡ് ഡ്യൂറിങ് വെക്കേഷൻ. എൻജോയ്ഡ് എന്നുള്ള ഒരു പ്രിപ്പോഷൻ ഫ്രേസിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് ദേക്ക് അനുസരിച്ചുള്ള ഇത് കൊടുക്കണം. അപ്പം നൺ ഓഫ് ദീസ് പറ്റൂല. അപ്പോൾ ദംസെൽസ് കൊടുക്കണം. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എൻജോയ് ഒബ്ജക്റ്റിനെ സ്വീകരിച്ചാൽ ആ എൻജോയുടെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കരുത്. എന്നാൽ എൻജോയ് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസിനെയാണ് സ്വീകരിച്ചതെങ്കിൽ, അഥവാ എൻജോയ് ഇൻട്രാൻസിറ്റീവ് വെർബായിട്ടാണ് ആക്ട് ചെയ്തതെങ്കിൽ, ആ എൻജോയ് കഴിഞ്ഞ ഉടനെ ആ സബ്ജക്റ്റ് അനുസരിച്ചുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺ കൊടുക്കണം. അതാണ് പറഞ്ഞത്. അപ്പോൾ ദംസെൽവ്സ് എന്നാണ് ഇവിടെ ഉത്തരം. ഇവിടെ നേരിട്ട് പാർട്ടി ആയതുകൊണ്ട് നൺ ഓഫ് ദീസ്. ഇവിടെ ഡ്യൂറിങ് വെക്കേഷൻ, ഡ്യൂറിങ് എന്നുള്ള പ്രിപ്പോസിഷനാണ്, പ്രിപ്പോഷൻ, അതുകൊണ്ടാണ് പ്രിപ്പോഷൻ ഫ്രേസ്. അപ്പോൾ ദംസെൽവ്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കി. എൻജോയ് കഴിഞ്ഞാൽ ഇവിടെ പിക്ചറാണ്. പിക്ചർ എൻജോയ് എന്ന് പറഞ്ഞാൽ അവിടെ പിക്ചറാണ്. പിക്ചർ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് ആവുമ്പോൾ നൺ ഓഫ് ദിസ് വെക്കാൻ പാടില്ല. അപ്പോൾ എൻജോയ്ഡ് ദ പിക്ചർ എന്നാണ്. എൻജോയ്ഡ് ദ പിക്ചർ എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദിസ്. ഒരിക്കലും ഹീക്ക് ഹിംസെൽഫ് എന്ന് കൊടുക്കരുത്. അടുത്ത നോക്കി. ഹി എൻജോയ്ഡ് ലാസ്റ്റ് നൈറ്റ്. ഈ ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് ഒരു ടൈം ഓഫ് അഡ്വർബ് ആണിത് എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് അല്ലാന്ന്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഹീക്ക് അനുയോജ്യമായ ഹിംസെൽഫ് കൊടുക്കണം. അപ്പം നൺ ഓഫ് ദീസ് അല്ല. ലാസ്റ്റ് നൈറ്റ് ഒരു ഒബ്ജക്റ്റ് അല്ല, ടൈം ഓഫ് അഡ്വർബാണ്.
മനസ്സിലായോ? അപ്പോൾ എൻജോയ് എന്ന വെർബ് നേരിട്ട് ഒരു ഒബ്ജക്റ്റിനെ സ്വീകരിച്ചാൽ, അഥവാ എൻജോയ് ട്രാൻസിറ്റീവായി ആക്ട് ചെയ്താൽ എൻജോയുടെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിൽ പ്രപ്പോഷൻ റിഫ്ലെക്സീവ് പ്രോനൗൺ വെക്കരുത്. എന്നാൽ എൻജോയ് ഒരു പ്രപ്പോഷൻ ഫ്രേസിനെയാണ് സ്വീകരിച്ചതെങ്കിൽ എൻജോയിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഫ് എൻജോയ് ഈസ് ഫോളോഡ് ബൈ ആൻ ഒബ്ജക്റ്റ് വി ഡു നോട്ട് യൂസ് എ റിഫ്ലെക്സീവ് പ്രോനൗൺ, ബട്ട് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മെൻഷൻഡ് വി യൂസ് എ റിഫ്ലെക്സീവ് പ്രോനൗൺ. ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും റിഫ്ലെക്സീവ് പ്രോനൗൺ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വന്നത് ഇവിടെ നിന്നാണ്. ദ ഫോളോയിങ് വെർബ്സ് ആർ നോട്ട് യൂസ്ഡ് റിഫ്ലെക്സീവ്ലി. ചുവടെ തന്ന വെർബിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല. കീപ്പിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റോപ്പിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല. ടേണിനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല. ക്വാളിഫൈനോട് ചേർന്ന് റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല. ബാത്ത്, മൂവ്, റെസ്റ്റ്, ഹൈഡ്, ഇവിടെ ഒന്നും നോ റിഫ്ലെക്സീവ് പ്രോനൗൺ. ഇവിടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിച്ച് അങ്ങക്ക് പണി കിട്ടും. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ അതാണ് ഗ്രാമാറ്റിക്കലി ശരിയായ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ കീപ്പാണ്. കീപ്പ് വന്നാൽ ഇവിടെ റിഫ്ലെക്സീവ് പ്രോനൗൺ പാടില്ല. അപ്പോൾ നോ വൺ ഈസ് റിക്വയർഡ്. ഇവിടെ നിങ്ങൾ യുവർ സെൽഫ് എന്ന് എഴുതിയ ഞങ്ങളെ മാർക്ക് പോകും. ഇവിടെ നോക്ക് റെഗുലർ, ഇവിടെ നോക്ക് വി മസ്റ്റ് ടേക്ക് റെഗുലർ എക്സസൈസ് ടു കീപ്പ്. കണ്ടോ, ഇവിടെ വീണ്ടും കീപ്പ്. അപ്പോൾ അവർ സെൽഫ്സ് എന്ന് വരാൻ പാടില്ല. അവിടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ലാസ്റ്റ് പറഞ്ഞ ചോദ്യത്തിലേക്ക് നോക്കൂ. ഇവിടെ ഗ്രാമാറ്റിക്കലി കറക്റ്റായ സെൻറ്റൻസ് ഓപ്ഷൻ എ ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതുവരെ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത 84ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ സെൻറ്റൻസ്. ഇവിടെ നോക്കി, ഇവിടെ ദാറ്റ് വന്ന കോംപ്ലക്സ്, വീണ്ടും ദാറ്റ് വന്നു, അതും കോംപ്ലക്സ്. പിന്നെ ഇവിടെ ദാറ്റൊന്നുമില്ല, ഒരൊറ്റ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. ഒരു ഫൈനൈറ്റും നോൺ ഫൈനൈറ്റ് എത്രയാകാം. സിമ്പിൾ സെൻറ്റൻസിൽ 9 ടൈപ്പ് ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിൻ്റെ 8.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതാണ് ഇതിൽ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ പോയിൻ്റ് കണ്ട, ഒരാളുടെ ആക്ഷൻ ഏതിലേക്കാണോ അതിന് മുമ്പിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കണം. ഇപ്പം നോക്ക്, ഉദാഹരണം പോയിൻ്റ് അറ്റ്. ഒരാളുടെ പ്രവൃത്തി ആരിലേക്കാണോ അതിന് മുമ്പിൽ അറ്റ് വെക്കണം. പോയിൻ്റ് അറ്റ്, സ്മൈല് അറ്റ്, പോയിൻ്റ് അറ്റ്, സ്മൈല് അറ്റ്, മോക്ക് അറ്റ്, ലോഫ് അറ്റ്. ഒരാളുടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ഒരു പ്രവൃത്തിയുടെ ഡയറക്ഷൻ ആരിലേക്കാണോ അതിന് മുമ്പിലൊക്കെ അറ്റ് വെക്കണം. പോയിൻ്റ് അറ്റ്, സ്മൈൽ അറ്റ്, മോക്ക് അറ്റ്, ലോഫ് അറ്റ്, ഹിൻഡ് അറ്റ്. കണ്ടോ, ഹിൻഡ് അറ്റ്, ഇതൊക്കെ ഹിൻഡ് അറ്റ്. ഇവിടൊക്കെ നമ്മൾ അറ്റ് വെക്കണം എന്ന് മനസ്സിലാക്കുക. ഇതാണ് 85ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരാളുടെ പ്രവൃത്തി ഏത് ഡയറക്ഷനിലേക്കാണോ അതിന് മുമ്പിൽ ആ പ്രവൃത്തിയോട് ചേർന്ന് അറ്റ് വെക്കണം. അതാണ് പോയിൻ്റ് അറ്റ്, സ്മൈലറ്റ്, മോക്കറ്റ്, ലോഫറ്റ്, ഹിൻഡറ്റ്. മനസ്സിലായോ? ഇനി 86ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കൺഫ്യൂസിങ് നിങ്ങൾക്ക് സ്പെല്ലിംഗ് അടിച്ച് തന്നാണ് കൺഫ്യൂസിങ് ആക്കി തന്നെ. ഫ്ലയേഴ്സ്, അതായത് പ്രിൻ്റ് അടിക്കപ്പെട്ട നോട്ടീസിനെയാണ് ഫ്ലയേഴ്സ് എന്ന് പറയാം. ഫ്ലയേഴ്സ് വേർ ഓൾ അറൗണ്ട് ദ വെന്യൂ. മനസ്സിലായോ? അപ്പോൾ പ്രിൻ്റ് അടിക്കപ്പെട്ട നോട്ടീസിനെയാണ് ഫ്ലയേഴ്സ്. FLYERS പ്രിൻ്റ് അടിക്കപ്പെട്ട നോട്ടീസുകളെയാണ് നമ്മൾ ഫ്ലയേഴ്സ് എന്ന് പറയുക. അതാണ് 86. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ 87 ഫ്രേസൽ വെർബാണ്. വി ഹാഡ് ടു ഡാഷ് ദ പാർട്ടി ടു അനദർ ഡേ ഓവിങ് ടു ദ സഡൻ ടേൺ ഓഫ് ഈവൻസ്. നമ്മുടെ ഉത്തരം പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ, മാറ്റി വെക്കുക. മനസ്സിലായി? ഇവിടെ മാറ്റി വെക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്യൂഷ്. എത്ര വട്ടം പറഞ്ഞിങ്ങനെ. പുട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് ഇട്ടിനാണ് പുട്ടിൻ എന്ന് അറിയാം. മനസ്സിലായ? ഇൻവെസ്റ്റ് എന്ന് പറയാറുണ്ട്. എഫേർട്ട്, ഒരു വിഷയത്തിന് എഫേർട്ട് ഇടുക, അതിനൊക്കെ ഇൻവെസ്റ്റ് എന്ന് പറയാറുണ്ട്. എഫേർട്ട് ഇടുക എന്ന് പറയാറുണ്ട്. അതേപോലെ പുട്ട് ഓൺ വെയർ എന്ന് പറയാൻ, അതേപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനൊക്കെ പുട്ട് ഓൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി 88ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ എറർ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ തന്ന സെൻറ്റൻസിൽ തെറ്റെവിടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ദ ഫയർ ഫൈറ്റേഴ്സ് വെർ വെൽ എക്വിപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ്. കണ്ട, ഈ ലേറ്റസ്റ്റ് ഇവിടെ വേണം. ഈ ലേറ്റസ്റ്റ് എന്നുള്ളതൊരു EST വന്നില്ല. EST വന്നാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്.
സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ ലേറ്റസ്റ്റിൽ കണ്ടോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡിയിലാണ് തെറ്റ്. എങ്ങനെ ആകണമായിരുന്നു? ദ ലേറ്റസ്റ്റ് എന്ന് വരണമായിരുന്നു, ദ ലേറ്റസ്റ്റ്. അപ്പോൾ അത് ശരിയാവും. മനസ്സിലായ? അപ്പോൾ അത് ശരിയാവും. പിന്നെ ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. 2 സ്പെൽറ്റ് വേർഡാണ്. 2 സ്പെൽറ്റ് വേർഡ്. കോൺഷ്യൻഷ്യസ് ആണ്. കോൺഷ്യൻഷ്യസ്. കോൺസ് സയൻറ്റ് അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. കോൺസെൻഷ്യസ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫ്രിവുലസ് ആണ്. ഫ്രിവുലസ് എന്ന് പറഞ്ഞാൽ സില്ലി അതേപോലെ തന്നെ ട്രിവിയൽ എന്നൊക്കെ പറയും. സില്ലി ട്രിവിയൽ എന്നൊക്കെ പറയും. അതിൻ്റെ ആൻറ്റോണിമി ചോദിക്കുകയാണെങ്കിൽ സീരിയസ്. ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഒന്നും കൂടി പറയുന്നു, ആ 8.5 മണിക്കൂറിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോജിക്കും കോൺസെപ്റ്റും നിങ്ങൾക്ക് കിട്ടും. ആ ലോജിക് കോൺസെപ്റ്റിലൂടെ ഏതൊരു പരീക്ഷയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് പ്രത്യേകിച്ചും ഫേസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതൊരു എക്സാമിൻ്റെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റിലൂടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ താങ്ക് യു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സുകൾ. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സൈലം കൂടെയുണ്ട്. സൈലത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. തുടർന്നുള്ള ലക്ഷ്യങ്ങളിലേക്ക് സൈലത്തിൻ്റെ കൂടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.